വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ വിപിൻ. നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്ത് നോക്കാൻ പോകുന്നത് ന്യൂവിയർ Q3+ എന്ന് പറയുന്ന ഒരു സ്മാർട്ട് വാച്ചാണ്. ഈ സ്മാർട്ട് വാച്ച് എനിക്ക് banggood.com എന്ന് അയച്ചു തന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് നമുക്കിതൊന്ന് തുറന്നു നോക്കാം. തുറന്നു നോക്കുന്ന സമയത്ത് ഭയങ്കര മിനിമലായിട്ടുള്ളൊരു വൈറ്റ് ബോക്സിലാണ് ഈ വാച്ച് വന്നിട്ടുള്ളത്. ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്കിതിനകത്ത് ഒരു വാച്ച് കാണാം, പിന്നെ ഇതിൻ്റെ ഒരു ചാർജർ, പിന്നെ ഒരു മാനുവൽ ഗൈഡ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു ബോക്സിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി ആ മാനുവൽ ഗൈഡ് എടുത്ത് നോക്കുമ്പോൾ അതിന് ഈ വാച്ചിൻ്റെ സ്ക്രീൻ അതെങ്ങനെ ഉപയോഗിക്കണം, ഇതിന് നമ്മുടെ ഫോണുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ, ഡൗൺലോഡ് ചെയ്യാനുള്ള QR കോഡ്, അത്തരത്തിലുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കും. വാച്ച് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഈ വാച്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പ്രൈസ് തന്നെയാണ്. ഏകദേശം 1500 രൂപേനടുത്താണ് ഈ ഒരു വാച്ചിന് വരുന്നത്. സാധാരണ നമ്മൾ ബാൻഡിനൊക്കെ ചിലവാക്കുന്ന അതേ കാശ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഡിജിറ്റൽ സ്മാർട്ട് വാച്ചാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ കപ്പാസിറ്റി ബട്ടൺ പോലുള്ളൊരു ബട്ടണാണ്, പക്ഷേ വിസിബിൾ അല്ലാതെ സ്ക്രീനിൻ്റെ ബാക്കിലാണ് ഇതിൻ്റെ ഒരു ബട്ടൺ വരുന്നത്. വേറെ ഒരു ബട്ടണോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ മിനിമലായിട്ടുള്ള ഒരു ഡിസൈനാണ് ഈ ഒരു വാച്ചിന് വന്നിട്ടുള്ളത്. ഇതിൻ്റെ സ്ക്രീൻസ് ആണെങ്കിലും എല്ലാം അങ്ങനെ തന്നെയാണ്, ഭയങ്കര മിനിമൽ ആൻഡ് കളർഫുള്ളാണ്. ഇതിൻ്റെ ഒരു സൈസ് വരുന്നത്, ഡിസ്പ്ലേ സൈസ് എന്ന് പറയുന്നത് 240x240 റെസൊല്യൂഷനിൽ 1.3 ഇഞ്ച് TFT LCD ഡിസ്പ്ലേ ആണ് ഇതിന് വന്നിട്ടുള്ളത്. മെയിനായിട്ട് ഈ വാച്ചിൻ്റെ പ്രത്യേകതകളെന്ന് പറയുന്നത് ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്ങിനും ബ്ലഡ് പ്രഷർ മോണിറ്ററിങ്, അതുപോലെ നമ്മുടെ സ്റ്റെപ്പ് കൗണ്ടർ, സ്വിം കൗണ്ടർ, പിന്നെ കോൾ അലേർട്ട് വരുമ്പോൾ, അതുപോലെ നമ്മുടെ മെസ്സേജുകൾ അലേർട്ട് വരുമ്പോഴൊക്കെ നമുക്ക് ഈ ഒരു വാച്ച് ഉപയോഗിച്ച് കാണാനും അത് കൺട്രോൾ ചെയ്യാനും സാധിക്കും. പിന്നെ സ്ലീപ്പ് മോണിറ്റർ ഉണ്ട്. പിന്നെ മെയിനായിട്ട് ഈ ഒരു വാച്ചിൻ്റെ ഞാൻ കാണുന്ന ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് IP67 വാട്ടർ പ്രൂഫ് വരുന്നുണ്ട് ഈ വാച്ച്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ടെസ്റ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേർപ്പൊക്കെ തട്ടിക്കഴിഞ്ഞാൽ നമുക്കതൊന്ന് കഴുകാനും ഒക്കെ ഈ വാച്ച് പറ്റുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. പിന്നെ ഇതിൻ്റെ ഓവറോൾ ലുക്കും ഇതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റി എല്ലാം സാറ്റിസ്ഫൈഡ് ആണ്. അതായത് സാധാരണ നമ്മൾ 1500 രൂപ അല്ലെങ്കിൽ 1200 രൂപ കൊടുത്ത് വാങ്ങുന്ന ഒരു പ്രൊഡക്റ്റിന് ഉണ്ടാവുന്നതിൽ കൂടുതൽ ക്വാളിറ്റി ഈ ഒരു പ്രൊഡക്റ്റിന് എനിക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കാര്യം ഇതിൻ്റെ ഒരു ഫിനിഷിങ് വരുന്നത് നമ്മൾ ആപ്പിൾ വാച്ചിൻ്റെ അതേപോലെയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലുക്ക് ആൻഡ് ഫീലിൽ വലിയ രീതിയിലുള്ള ഒരു ഡിഫറൻ്റ് ഒന്നും ഈ കമ്പനി കൊടുത്തിട്ടില്ല. എങ്കിലും നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. പിന്നെ ടച്ച് സ്ക്രീൻ അല്ല, തൊട്ട് താഴെ ഒരു കപ്പാസിറ്റീവായിട്ടുള്ള ഒരു സ്പേസിൽ നമ്മൾ തൊടുന്ന സമയത്ത് നമുക്കിതിലെ ആക്ഷൻസും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാം എന്നുള്ളതാണ്. ഈ ചെറിയ വാച്ചിൻ്റെ ഒരു ബാറ്ററി കപ്പാസിറ്റി വരുന്നത് ഏകദേശം 230 mAh ബാറ്ററിയാണ്. പിന്നെ ഈ വാച്ചിൻ്റെ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കസ്റ്റമൈസ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. അതായത് ഇതിൻ്റെ വാൾപേപ്പർ പോലെ സെറ്റ് ചെയ്യാം. പിന്നെ അതിൻ്റെ ബൂട്ട് ആനിമേഷനിൽ നമുക്ക് ആവശ്യമുള്ള പിക്ചർ കൊടുക്കാം. അതുപോലെ നമുക്ക് ഒരു ടെക്സ്റ്റ്, ഒരു മെസ്സേജ് പോലെ അത് സെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വാച്ചിനകത്ത് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റി ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ പ്ലാസ്റ്റിക് പ്ലസ് ഒരു കൈൻഡ് ഓഫ് മെറ്റലിലാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ വരുന്നത്. വളരെ ഭംഗിയിലുള്ള, വളരെ ഫിനിഷിങ്ങിലാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ. വാച്ച് നമ്മൾ കൈ കിട്ടി നോക്കുമ്പോൾ തന്നെ വളരെ കംഫർട്ടബിളായിട്ട് നമ്മുടെ കയ്യിൽ കിടന്നോളും. സാധാരണഗതിയിലുള്ള ബാൻഡുകളൊക്കെ കിടക്കുന്നതിനെക്കാട്ടി ഭയങ്കര ലുക്കാണ് ഈ സാധനം കയ്യിൽ കിടക്കുന്ന സമയത്ത്. ഇത്തിരി സിൽവർ കളർ ആയതുകൊണ്ട് തന്നെ അട്രാക്റ്റീവാണ്, ഒരു അറ്റൻഷനൊക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ടാവും. മാത്രമല്ല ആപ്പിളിൻ്റെ ഡിസൈൻ ആയതുകൊണ്ട് തന്നെ 4 ആൾ നോക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പ് പറയാനും പറ്റും. ഇനി ഇതിൻ്റെ ചാർജറിലേക്ക് വരുന്ന സമയത്ത്, ചാർജർ എന്ന് പറയുന്നത് വളരെ യൂണീക്കായിട്ടുള്ള ഒരു ചാർജറാണ്. അതായത് ഇത് ഒരു നോർമൽ USB ടൈപ്പ് ചാർജറാണ്. പക്ഷേ അതിൻ്റെ ഒരു തലപ്പത്ത് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ നമുക്ക് ഈ പറഞ്ഞ വാച്ചിൻ്റെ ബാക്ക് സൈഡ് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ പിന്ന് പോലെയാണ് ഇതിൻ്റെ കണക്ഷൻ. അപ്പം ഞാനിത് ജസ്റ്റ് അതിൻ്റെ ബാക്കിലുള്ള ബാറ്ററീൻ്റെ കണക്ട് ചെയ്യുന്ന സൈഡിൽ വെക്കുമ്പോൾ തന്നെ ആ മാഗ്നറ്റ് ഫീൽഡ് ചാടി ആ പറഞ്ഞ സ്ലോട്ടിലേക്ക് ഇരിക്കും. ചാനലിനകത്ത് റിവ്യൂ ചെയ്തിട്ടുള്ള ലെനോവയുടെ ഒരു ബാൻഡ് നമ്മൾ റിവ്യൂ ചെയ്തിരുന്നു. ആ ബാൻഡിനകത്ത് ഇതുപോലുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ചാർജ് ചെയ്യുക. പിന്നെ ഇപ്പം ഞാൻ എൻ്റെ പവർ ബാങ്ക് വെച്ചിട്ട് നമ്മൾ ഈ ചാർജർ കണക്ട് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ഒരു ആനിമേഷനൊക്കെ വന്ന് ഈ ഒരു സ്മാർട്ട് വാച്ച് കണക്റ്റായി ചാർജ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മൾ നോക്കുന്നത്, നമ്മൾ ഇതിൻ്റെ ഒരു ആപ്പിൻ്റെ സൈഡിലേക്ക് പോവുകയാണ്. ഹേയ് ബാൻഡ് എന്ന് പറയുന്ന ഒരു ആപ്പാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കണക്ട് ചെയ്യാൻ പോകുന്നത്. ഞാനത് എൻ്റെ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്തു. ഇനി അത് കണക്ട് ചെയ്ത ശേഷം ബ്ലൂടൂത്ത് വഴിയാണ് ഈ ബാൻഡ് നമ്മുടെ ഫോണുമായിട്ട് കണക്ട് ചെയ്യുന്നത്. അങ്ങനെ കണക്ട് ചെയ്ത് ഉപയോഗിക്കുന്ന സമയത്ത് ഇതിന് മൊത്തം 3 ടാബുകളാണ് ഫോണിലെ ആപ്പിന് വരുന്നത്. അപ്പോൾ ഈ ടാബുകളിലാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. അതായത് ഇതിനകത്ത് വെച്ചിട്ട് തന്നെ നമുക്ക് ബ്ലഡ് പ്രഷർ, അതുപോലെ ആക്ഷൻസ്, പിന്നെ നൈറ്റ് നമ്മൾ സ്ലീപ്പിൻ്റെ മെഷർമെൻ്റ് എടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ആപ്പ് വെച്ചിട്ട് തന്നെ കൺട്രോൾ ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ നോർമൽ വരുന്ന എല്ലാ സ്മാർട്ട് ബാൻഡുകളിലുള്ള ഓപ്ഷനൊക്കെ തന്നെയാണ് ഈ വാച്ചിനകത്തും വരുന്നത്. പ്രത്യേകിച്ച് ഒന്നുമില്ല.
ഇനി രണ്ടാമത്തെ ടാബിനകത്തേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് അവിടെ കാണാൻ സാധിക്കും. സ്റ്റെബിലിറ്റി സെറ്റിങ്സ് ഉണ്ടാവും. അതിനകത്ത് നമുക്ക് നമ്മുടെ നോട്ടിഫിക്കേഷൻസ് അതുപോലെ ബാക്കിയുള്ള സെറ്റിങ്സും ആക്സസ് എല്ലാം സെറ്റ് ചെയ്യാൻ പറ്റും. ഡിവൈസ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനും അതുപോലെ എത്ര സമയം സ്ക്രീൻ ഓൺ ടൈം അതുപോലെ അലേർട്ട് സെറ്റ് ചെയ്യാം നമുക്ക് വാച്ചിനകത്ത്. ഇൻകമിങ്ങും അതുപോലെ ഔട്ട് ഗോയിങ്ങും മെസ്സേജുകളുടെ അതുപോലെ കോളുകളുടെ ഒക്കെ ഡീറ്റെയിൽസ് നമ്മുടെ വാച്ചിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ നോർമലി ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ബ്ലഡ് പ്രഷർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാം. പിന്നെ ഈ വാച്ചിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കസ്റ്റമൈസ് ചെയ്യാൻ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ഭാഗങ്ങളാണ് ഇതിൻ്റെ ഗാലറി അല്ലെങ്കിൽ ഇതിൻ്റെ ഹോം പേജിൽ സെറ്റ് ചെയ്യാം. അതിൻ്റെ ഓഫ് ചെയ്യുന്ന സമയത്തും ഓൺ ആവുന്ന സമയത്തൊക്കെ നമുക്ക് ഇമേജസ് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഒന്നും കൂടി അഡീഷണൽ യൂണിവേഴ്സൽ സെറ്റിങ്ങിലേക്ക് പോകുമ്പോൾ സാധാരണഗതിയിലുള്ള ഒരു ബാൻഡിലേക്ക് വരുന്ന എല്ലാ ഓപ്ഷൻസും, അതായത് വേക്ക് സ്ക്രീനിൽ എത്ര സമയം വേണം, പിന്നെ ഇതിൻ്റെ ടൈം സെറ്റിങ്, ഏതൊക്കെ ആപ്പുകൾ കണക്ട് ചെയ്യണം, നോർമൽ കാര്യങ്ങളൊക്കെയാണ് ഈ ആപ്പിനകത്തേക്ക് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രൊഫൈൽ സെറ്റിംഗ് ആണ്. ഈ പ്രൊഫൈൽ സെറ്റിങ്സിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാൻഡ് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ക്യാമറയിൽ ഫോട്ടോ എടുക്കാൻ സാധിക്കും. അതായത് നമ്മളിപ്പോൾ ഒരു ക്യാമറ ഓണാക്കി ആപ്പിനകത്ത് വാച്ചിനകത്തെ ഒരു ബട്ടൺ, ക്യാമറയുടെ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഫോട്ടോ ക്ലിക്ക് ആവുകയും ചെയ്യും. നമുക്ക് ഈ വാച്ച് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഈ കൊടുത്തിട്ടുള്ള ലോഗോയും പിന്നെ ഫോട്ടോ ഒക്കെ വരുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ടെക്ടോക്സ് മലയാളത്തിൻ്റെ ബൂട്ട് ആനിമേഷൻ വന്നു. പിന്നെ എൻ്റെ ഫോട്ടോ ആണ് ഞാൻ ഈ ഹോം പേജിലേക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത്തരത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാനൊക്കെ സാധിക്കും. ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ലിങ്കിൽ കയറി പർച്ചേസ് ചെയ്യാം. ഇതിൻ്റെ പ്രൈസ് ഏകദേശം 1676 രൂപയായിരുന്നു ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത്. പക്ഷേ പല സമയങ്ങളിലും ഇത് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും, പ്രൈസ് മാറിക്കൊണ്ടേയിരിക്കും. എന്നാലും ഏകദേശം ഒരു 1500 രൂപയുടെ അടുത്തൊക്കെ ഇത് കുറഞ്ഞ് വരുന്നത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ പോയി പർച്ചേസ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളിപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, നിങ്ങളെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക, വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ വരുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനലിലേക്ക് അംഗമാവുക. ഒപ്പം തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോയിൽ കാണാം.